ഒടുവിൽ അത് സംഭവിക്കുന്നു. നമ്മുടെ സഹായം തേടി അവർ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുമായി സംയോജിച്ച് പ്രവർത്തിക്കാൻ അവർ എത്തിയിരിക്കുന്നു. ആ രാജ്യം വേറൊന്നുമല്ല, അമേരിക്കയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ISROവുമായി സഹകരിക്കാനായി അമേരിക്കൻ കമ്പനി എത്തിയിരിക്കുന്നുവെന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പണ്ട് ISROയുടെ പല ദൗത്യങ്ങളും വിജയം കാണുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് എല്ലാം, അമേരിക്കയിലെ പത്രങ്ങളായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് എല്ലാം വംശീയമായി ഇന്ത്യ അധിക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയെ നോക്കി അവർ അത്ഭുതം കൊള്ളുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളുമായി കൈകോർക്കാൻ അവർ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ F-16 വിമാനങ്ങൾ വരെ അടിച്ചിടുന്ന കരുത്ത് ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന് കൃത്യമായി അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. 2026 കൂടി നമ്മുടെ പ്രതിരോധ വികസന ഡിപ്പാർട്ട്മെന്റ് ഹ്യൂമനോയിഡുകളെ വികസിപ്പിക്കാനായി തുടങ്ങിയാണ്. അതായത് പട്ടാളക്കാരെ ഇനി ആവശ്യമില്ല, പട്ടാളക്കാർക്ക് ഇനി കരയിലിരുന്നാൽ മതി, യുദ്ധം നോക്കി നിന്നാൽ മതി. ഈ ഹ്യൂമനോയിഡുകൾ നമ്മുടെ മൈനുകൾ അടക്കമുള്ളവ എടുത്ത് നിർവീര്യമാക്കുക, വലിയ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പോവുക, പർവ്വതം കയറുക, അങ്ങനെയുള്ള രീതികളിലേക്കൊക്കെ പോകും. അതായത് നമ്മൾ ശങ്കർ സിനിമയായിട്ടുള്ള യന്ത്രനിൽ കണ്ടതുപോലെയുള്ള ഒരു റോബോട്ടിക് യുഗമാണ് ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വലിയ വിപ്ലവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിലയം വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന US ആസ്ഥാനമായുള്ള കമ്പനിയായിട്ടുള്ള വാസ്റ്റ് ഭാവിയിലെ ക്രൂ ഗതാഗതത്തിനും ശാസ്ത്രീയ സഹകരണത്തിനുമായി ഇന്ത്യയുടെ ISROയുമായി പങ്കാളിത്തം സ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. ആഗോള ബഹിരാകാശ പര്യവേക്ഷണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെ വാസ്റ്റ് CEO മാക്സ് ഹൗട്ട് ഇസ്രോ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായിട്ടുള്ള ഗഗൻയാൻ സംബന്ധിച്ചും അതിൻ്റെ അവസരങ്ങളെക്കുറിച്ചുമുള്ള ചർച്ച ചെയ്തു. അടുത്ത വർഷം മെയ് മാസത്തിൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9 സിംഗിൾ മോഡ്യൂൾ ഓർബിറ്റൽ സ്റ്റേഷൻ ഹാവൻ 1 വിക്ഷേപിക്കാൻ വാസ്റ്റ് ഒരുങ്ങുകയാണ്. അതിനുശേഷം 2026 ജൂലൈയിൽ ബഹിരാകാശ ദൗത്യങ്ങൾ ആരംഭിക്കുകയും ഒടുവിൽ 2028 ഹെവൻ 2 എന്ന വലിയ സ്റ്റേഷൻ സ്ഥാപിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ LVM-3 റോക്കറ്റിൽ ഹോട്ട് അതീവ താൽപര്യം, അതായത് ആ റോക്കറ്റ് ദൗത്യത്തിൽ അതീവ താൽപര്യം ഹോട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഗതാഗത വാഹനമായി ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 4 ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹാവൻ 1-ൽ സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സ്, സയൻസ് ലോക്കറുകൾ, പൊതു ഇടങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. 2 ആഴ്ചത്തെ ദൗത്യം കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാണ് ഈ സ്റ്റേഷൻ. കൂടാതെ ഇന്ത്യൻ ശാസ്ത്രീയ പേലോഡുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും ഇതിനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ഒരു കാലത്ത് പശുവിൻ്റെ പേരിലും കർഷകരുടെ പേരിലും നിറത്തിൻ്റെ പേരിലും നമ്മളെ വംശീയമായിട്ട് അധിക്ഷേപിച്ച അമേരിക്കയും അമേരിക്കയുടെ മാധ്യമങ്ങളും ഇപ്പോൾ എന്തു പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കൻ കമ്പനികൾ ഇപ്പോൾ നമ്മുടെ ഇസ്രോയുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.